അപ്പൊ ഈ ക്ഷേത്ര പ്രദക്ഷിണം വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ വലത് കൈയുടെ ഭാഗത്തായിരിക്കണം എല്ലാ ദേവന്മാരും ഉണ്ടാവേണ്ടത്. പിതൃക്കൾക്കാണ് ഇടത് ഭാഗത്ത് സ്ഥാനം. മരിച്ചു കിടത്തിയ ഒരു ശവം ഉണ്ടെന്നിരിക്കട്ടെ, ആ ശവത്തിന് പ്രദക്ഷിണം വെക്കുമ്പോൾ നമ്മൾ ആന്റി ക്ലോക്ക് വേസിൽ വേണം പ്രദക്ഷിണം വെക്കാൻ. ക്ഷേത്രത്തിൽ പ്രദക്ഷിണം വെക്കുമ്പോൾ ക്ലോക്ക് വേസിലാണ് നമ്മൾ പ്രദക്ഷിണം വെക്കുന്നത്, അല്ലെ? അപ്പോൾ ഈ ക്ഷേത്രത്തിൽ പ്രദക്ഷിണം വെക്കുമ്പോൾ നമ്മുടെ വലത് കൈയുടെ ഭാഗത്ത് ഈ ചെറിയ ചെറിയ ബിംബങ്ങളെല്ലാം ഉണ്ടാകണം. ഭഗവാന്റെ സ്ഥാനം നമ്മുടെ വലത് കൈയുടെ ഭാഗത്ത്, പിതൃക്കൾക്കാണ് ഇടത് കൈയുടെ ഭാഗത്ത്. ഭഗവാനും ഗുരുവിനും മാതാവിനും പിതാവിനും വലത് കൈയുടെ ഭാഗത്ത്. അങ്ങനെ ഈ പ്രദക്ഷിണം വെക്കുമ്പോൾ, ശിവക്ഷേത്രത്തിൽ പ്രദക്ഷിണം വെക്കുമ്പോൾ ശ്രദ്ധിക്കാൻ, ഞാനിപ്പോ ഉള്ളിൽ കയറിയപ്പോൾ കണ്ടു, വലത് കൈയുടെ ഭാഗത്താണ് ബലിബിംബങ്ങളെല്ലാം വേണ്ടത് നമ്മുടെ. അങ്ങനെ ആ ഓവിന്റെ അവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മള് ആ ഭഗവാന്റെ ശ്രീകോവിലിന്റെ മുകളിലുള്ള ആ താഴികക്കുടം ഭഗവാന്റെ ശിരസാണ് എന്നുള്ള തലത്തിൽ ചിന്തിച്ച്, അവിടെ ഭഗവാന്റെ ചന്ദ്രക്കലയാണ് ഉള്ളതെന്നുള്ള ചിന്തിച്ച് ആ ഭഗവാനെ ഇരു കൈകളോടുകൂടി മുകളിലേക്ക് കൂപ്പിത്തൊഴുത് വേണം പിന്നീട് ആ വലത് കൈയുടെ ഭാഗത്ത് ബിംബം വരുന്ന തരത്തിൽ അല്പം ഉള്ളിലേക്ക് വന്ന് തിരിച്ചു നടക്കാൻ. അവിടെ സോമസൂത്രം ന ലംഘതേ എന്നുള്ള ആപ്തവാക്യം നമുക്ക് ഓർമ്മ വരും. ഒരു കാരണവശാലും ഗംഗയെ മറികടക്കരുത്. ഒരു വ്യക്തിയുണ്ട്, അവർ കിടക്കുകയാണെങ്കിൽ നമ്മൾ അവരെ ഒരിക്കലും മറികടക്കില്ല. ഒരു വ്യക്തിക്ക് ആ പ്രാധാന്യം കൊടുക്കുന്നുണ്ടെങ്കിൽ ഗംഗാമാതാവിന് എത്ര പ്രാധാന്യം കൊടുക്കണം? അതുകൊണ്ടാണ് അവിടെ നമ്മൾ മുറിച്ച് കടക്കാതെ അവിടെ നിർത്തിയിട്ടുള്ളത്. എന്നിട്ടോ അവിടെ നിന്നും നമ്മൾ തിരിച്ചു വരുമ്പോൾ ആ ബിംബങ്ങളെല്ലാം നമ്മുടെ വലത് കൈയുടെ ഭാഗത്ത് വരും വിധത്തിൽ വേണം തിരിച്ച് വരാൻ വേണ്ടിയിട്ട്. എന്നിട്ടും ശ്രീകോവിലിന്റെ ഉള്ളിലേക്ക് പോകാറായിട്ടില്ല. അവിടെ നിന്നും നമ്മൾ നേരെ ആ വടക്ക് ഭാഗത്തേക്ക് വീണ്ടും വന്ന് അവിടെ നിന്ന് പോകുന്ന സമയത്തും വലത് കൈയുടെ ഭാഗത്ത് ബിംബം ഉണ്ടോ എന്ന് നോക്കണം. ചെറിയ ബിംബങ്ങൾ, വലിയ ബിംബങ്ങൾ. അവിടെ വീണ്ടും നമ്മൾ തൊഴുത് തിരിച്ച് ശ്രീകോവിലിന്റെ അരികിലെത്തുന്നു.